ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു കർബലായിൽ കൊല്ലപ്പെട്ടതാരാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുനാക്ക് പിടിച്ച് വായിലിട്ടുകൊണ്ട് ഈമ്പി കളിപ്പിച്ചിരുന്ന ബഹുമാനപ്പെട്ട തന്റെ പേരക്കിടാവു തന്റെ പുത്രൻ എന്ന് നബി വിശേഷിപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഹുസൈൻ എന്നവരോടൊപ്പം നബി കുടുംബത്തിൽപ്പെട്ട നിരവധി താരകങ്ങളാണ് കർബലായിൽ കൊല്ലപ്പെട്ടത്. മുസ്ലിമീങ്ങളാൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം വിവരിക്കാൻ നമുക്ക് പാടില്ല. മുസ്ലിമീങ്ങൾക്കെതിരെയിൽ ഒരു വിദ്വേഷവും വെറുപ്പും, മുമ്പ് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളോടൊരു വെറുപ്പും പ്രയാസവും തോന്നാതിരിക്കാൻ. ഇതാണ് ഇസ്ലാം എന്ന നയം. നോക്കണേ നിങ്ങൾ, എത്ര ശുദ്ധ ഇസ്ലാം. പണ്ടത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്ന കുഴപ്പങ്ങൾ നമ്മളിപ്പോ അനുവർത്തിക്കാനും പാടില്ല, നമ്മളിപ്പോ അത് ഉദ്ധരിക്കാനും പാടില്ല. ആ ഉദ്ധരിക്കുന്നത് എന്താണ്? എതിർപക്ഷത്തുള്ള ആളുകളോട് നമുക്ക് പ്രയാസം തോന്നും, സത്യത്തിന്റെ മറുഭാഗത്തോട് മുസ്ലിമീങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരാരാണ് എന്താണ് എന്ന് നമുക്ക് ചർച്ച വിടാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പൗത്രനും ആ പൗത്രന്റെ കുടുംബങ്ങളും അവിടെ മരുഭൂമിയിൽ കൊല്ലപ്പെട്ട് രക്തം ചിന്തി മരുഭൂമിയിൽ ഒഴുകി കടന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹുസൈൻ എന്നവരുടെ സഹോദരി ഫാത്തിമ ബീവിയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ മകൾ, ആ സൈനബ് എന്നവർ വിവരിക്കുന്നത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുക്കുന്നത് ഖുർറത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവാണ്. അനസ് എന്നവർക്ക് വിവരിച്ചു കൊടുക്കുന്നു അവിടെ നടന്ന സംഭവം. മദീനയിൽ ഇതറിയില്ലല്ലോ. മദീനയിൽ വന്നിട്ട് അനസ് എന്നവർക്ക് ആ സംഭവത്തെ വിവരിക്കുമ്പോ സൈനബിന്റെ അലമുറ, സൈനബിന്റെ ബഹളം, സൈനബിന്റെ ഒച്ച, സൈനബിന്റെ വിളി ഇത് കേട്ടുകൊണ്ട് അവിടെ കൂടി നിന്നവരൊക്കെ കരഞ്ഞുപോയി, ശത്രുക്കളും മിത്രങ്ങളും കരഞ്ഞുപോയി എന്ന ആ സംഭവം വിവരിക്കുമ്പോ അവർ പറയുകയാണ്, എന്താണത്രേ അവിടെ പറഞ്ഞത്? സ്വന്തം സഹോദരൻ ഹുസൈൻ എന്നവരുടെ രക്തം ചിന്തിക്കിടക്കുന്ന, കൊല്ലപ്പെട്ട് കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ആ ശരീരം കണ്ട ഉടനെ യാ മുഹമ്മദാ صلى عليك ملائكة السماء هذا الحسين بالعراء مرمل بالدماء مقطع الأعضاء يا محمدا وبناتك سبايا وذريتك مبتلى تسفي عليها الصباء. ബഹുമാനപ്പെട്ട സൈനബ്, അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി പൗത്രി സൈനബ്, ഫാത്തിമ ബീവിന്റെ പൊന്നോമന മകൾ സൈനബ്, ഹുസൈനിന്റെ പെങ്ങൾ സൈനബ്, മുഹമ്മദ് നബിയേ ആകാശത്തുള്ള മലക്കുകൾ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെ, അങ്ങേക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ. ഹാദൽ ഹുസൈൻ, അവിടത്തെ പൗത്രൻ ഹുസൈൻ ഇതാ കിടക്കുന്നു ബിൽഅറാ, ഈ മരുഭൂമിയിൽ ഇതാ ഒളിഞ്ഞു കിടക്കുന്നു. മുർമലും ബിദ്ദിമാ, രക്തത്തിൽ കുളിച്ചല്ലേ കിടക്കുന്നത്, ചെഞ്ചോരയിൽ കുളിച്ചല്ലേ കിടക്കുന്നത്. മുഖത്തഉൽ അഅ്ളാ, അവയവങ്ങൾ ഛേദിക്കപ്പെട്ടല്ലേ കിടക്കുന്നത്. യാ മുഹമ്മദാ, മുഹമ്മദ് നബിയേ, വബനാതുക സബായ, തങ്ങളുടെ പെൺകുട്ടികളല്ലേ ഈ ബന്ദികളായി പിടിക്കപ്പെട്ടിരിക്കുന്നത്, ശത്രുക്കൾ പിടിച്ചു വെക്കുന്നത്. അങ്ങയുടെ മക്കളല്ലേ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. തസ്ഫീ അലൈഹ സ്വബാ, കിഴക്കൻ കാറ്റല്ലേ മണലുകൾ വീശിക്കൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന അങ്ങയുടെ പുത്രന്മാരുടെ മേൽ അടിച്ചു വീശി മണൽ ചൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലേ എന്ന് മുഹമ്മദ് നബിയെ കൊണ്ട് വിളിച്ചുകൊണ്ട് നബിയെ കൊണ്ട് വിലാപം കൊള്ളുന്നത് റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലിന്റെ പൗത്രി സൈനബാൻ. ഇതന്നെയല്ലേ നമ്മളും ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂലേ നബിയെ എന്ന് നമ്മളെ ഭാഷയിൽ പറയും, നമ്മൾ മുത്ത് നബിയെ എന്ന് പറയും. നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ നബിനെ എങ്ങനെയാ വിളിക്കലെന്ന് വെച്ചാൽ അങ്ങനെ പറയും. ഇത് സ്വഹാബികളുടെ ശീലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം യമാമയിൽ നടന്ന ഒരു വലിയ യുദ്ധം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോ ഖാലിദ് ഇബ്നു വലീദ് എന്നവരുടെ സൈന്യത്തിന്റെ അന്നത്തെ ചിഹ്നമായ മുദ്രാവാക്യം തന്നെ യാ മുഹമ്മദാ എന്നാണ്. അത് സൈന്യത്തിലെ ഏതെങ്കിലും ഒരാൾ പറയുന്നതല്ല, ഖാലിദ് തന്നെ വിളിച്ചത് ചരിത്രത്തിൽ കാണാം. ഞാൻ ഇപ്പറഞ്ഞ സൈനബിന്റെ ചരിത്രം ഇമാം ഇബ്നു ജരീർ തുബരി തന്റെ താരീഖ് 3-ാം വാള്യം 336-ാം പേജിൽ, അല്ലാമ ഇബ്നു കസീർ തന്റെ ലോകപ്രസിദ്ധ ചരിത്രഗ്രന്ഥം അൽ ബിദായത്ത് വന്നിഹായ 8-193, ഇങ്ങനെ ഉദാഹരണത്തിന് നിരവധി ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളിൽ